ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദുരവസ്ഥ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷനായ ISL ഇത്തവണ നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പുകൾ ലഭിച്ചിട്ടില്ല. മറുഭാഗത്ത് ഇന്ത്യൻ ദേശീയ ടീം വളരെ പരിതാപകരമായ ഒരു പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിനോട് വരെ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഏഷ്യൻ കപ്പിനുള്ള യോഗ്യത ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്. ഇതിന് പിന്നാലെ പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ കുതിക്കുകയാണ്. പക്ഷെ മുന്നോട്ടല്ല എന്ന് മാത്രം, പിറകോട്ടാണ് ഇന്ത്യ കുതിക്കുന്നത്. അതായത് 136 സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 6 സ്ഥാനങ്ങൾ പിറകിലേക്കാണ് കുതിച്ചിട്ടുള്ളത്. 142 സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്. ഓരോ റാങ്കിങ്ങിലും പിറകോട്ട് കുതിക്കുന്ന ഒരു ഇന്ത്യയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2017 96 സ്ഥാനത്തേക്ക് കയറി വന്ന ഇന്ത്യയാണ് ഇപ്പോൾ 142 സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 5 മത്സരങ്ങൾ കളിച്ചപ്പോൾ 3 തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, 2 സമനിലകളും വഴങ്ങേണ്ടി വന്നു. അതിൻ്റെ ഒരു പരിണത ഫലമായിക്കൊണ്ടാണ് 142 സ്ഥാനത്ത് ഇന്ത്യ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിലെ എതിരാളികൾ അത് ഇന്ത്യയേക്കാൾ ഫിഫ റാങ്കിങ്ങിൽ ഏറെ പിറകിൽ നിൽക്കുന്നവരായിരുന്നു. പക്ഷെ അവരോടൊന്നും ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ കഴിയാതെയാണ് യോഗ്യത ലഭിക്കാതെ ഇന്ത്യ പുറത്തായിട്ടുള്ളത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.